3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. ഓക്കെ എടാ വരുവോ അവൻ വരുവോ ഇല്ലല്ലോ. എന്താ സരക്ക് മറ്റേ കളിച്ചോണ്ടിരിക്കുവല്ലേ? സരക്ക് മറ്റേ കസാൻ കളിച്ചോണ്ടിരിക്കുകയാണ്. അത് അതിന്റെ ഇതാ. ഓക്കെ അപ്പൊ എടാ എല്ലാരും ഇവിടെ വാ. അവിടെ ആരാ പോയിരിക്കുന്നു? രണ്ടുപേര് ചന്ദ്രൻ കോലിയടക്കുണ്ണേ. ചന്ദ്ര ഓക്കെ. സോ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ റിക്രൂട്ട്മെന്റിന്റെ നമ്മുടെ ഒരു റിക്രൂട്ട്മെന്റ് ഡേ ആണ്. അത് നമ്മൾ സത്യം പറഞ്ഞാൽ റിക്രൂട്ട്മെന്റ് നടക്കുന്ന സമയത്തെല്ലാം ഒരു വാർ നടക്കും. ഇത് ആക്ച്വലി ഓൾറെഡി സംസാരിച്ച് പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന റിക്രൂട്ട്മെന്റ് ആയിരുന്നു. ഇന്നലെ ശരിക്കും മെനഞ്ഞാൻ ഇത് അനൗൺസ് ചെയ്യാൻ ഇരുന്നതാണ്. അപ്പോഴാണ് നമുക്ക് സിറ്റുവേഷൻ ആയത്. അതുകൊണ്ട് ഇന്നത്തേക്ക് മാറ്റിയെന്നേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, സരക്കിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞല്ലോ. സരക്കല്ല ഈ 3 റിക്രൂട്ട്മെന്റിലും സരക്കില്ല. സരക്ക് ഓൾറെഡി തിരിച്ചു വന്നേ ഉള്ളൂ. അത് റിക്രൂട്ട്മെന്റ് ആയിട്ടല്ല. സരക്ക് എന്തായാലും ഓൾറെഡി എപ്പോഴും ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഇവിടെ തന്നെ ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് 3 റിക്രൂട്ട്മെന്റ്സ് കൂടി എടുക്കുന്നത് ഈ റിക്രൂട്ട്മെന്റ് ആക്ച്വലി ഗൺ പവർ ബേസിസിലൊക്കെ തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത് ഈ റിക്രൂട്ട്മെന്റ്. അപ്പോൾ ചന്ദ്രന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് എനിക്ക് ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ ചന്ദ്രൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അതുകൂടെ ഒന്ന് കേട്ടിട്ട് നമുക്ക് റിക്രൂട്ട്മെന്റിലോട്ട് പോവാം. ഗൈസ് ലൈക്ക് അടിക്കണേ. ഹലോ എടാ, അപ്പൊ പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാ, ഇപ്പം നോർമലി ഉള്ള ഗാങ്സ് ഇപ്പം ലൈക്ക് അറിയാമല്ലോ നിങ്ങൾക്ക്. ആരും അങ്ങനെ RP ആയിട്ടൊന്നും അങ്ങനെ ആദ്യം ആരും ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഇപ്പം എന്തേലൊക്കെ ചെയ്യുന്ന നമ്മള് KVA. പിന്നെ ഞാൻ കണ്ടുള്ളത് എന്താ പറയാ, പിന്നെ നമുക്ക് അതായത് ലൈക്ക് വളരെ കുറച്ച് ഗ്യാങ് മാത്രമാണ് RP ആയിട്ട് എന്തേലൊക്കെ ചെയ്യണം, മനസ്സിലായില്ലേ? ബാക്കിയുള്ള എല്ലാരും ഡെയിലി കേറുന്നു, സിറ്റിയില് കേറുന്നു, വള്ളി പിടിക്കുന്നു. അപ്പൊ നമ്മള് ഇപ്പം നമുക്കിപ്പൊ അറിയാം, നിങ്ങക്ക് നമ്മളിപ്പം കൊറേ റിക്രൂട്ട് ഇപ്പൊ ലാസ്റ്റ് എടുത്ത കൊറേ റിക്രൂട്ട്സ് എല്ലാം നമ്മുടെ ഫൈറ്റ് സിറ്റുവേഷൻ ആയിട്ടാണ് എടുത്തത്. അപ്പൊ നിങ്ങള് ഈ അടി മാത്രം ഫോക്കസ് ചെയ്യാണ്ട് അടിയും വേണം, അതിനൊപ്പം തന്നെ നിങ്ങൾ RPയും കൂടി ഫോക്കസ് ചെയ്യാൻ നോക്കണം മാക്സിമം, മനസ്സിലായില്ലേ? ലൈക്ക് നോർമലി ഇപ്പൊ എല്ലാ ഗ്യാങ്ങും വരുന്നു, അടിക്കുന്നു, മനസ്സിലായില്ലേ? അപ്പൊ നമ്മളും അതിനൊപ്പം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ ആയിപ്പോത്തേ ഉള്ളൂ. നമുക്ക് ഒരു കാര്യം മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇനി റിബലോ രായനോ ചന്ദ്രനോ ഞാനോ ആരെങ്കിലും ഒരു ഗ്യാങ് RP ഏതെങ്കിലും ദിവസം ചെയ്യാന്ന് പറഞ്ഞാൽ അന്ന് ഇനി ആരെ കൊണ്ടുപോയി കക്കൂസ് കഴിച്ചെന്ന് പറഞ്ഞാലും സിറ്റുവേഷൻ എടുക്കാൻ പോകത്തില്ല. അത് ഉറപ്പാണ്. കാരണം എല്ലാം വേണ്ടേ നമുക്ക്. ഇത് മാത്രം പോരല്ലോ. കുറേ ദിവസമായിട്ട് എല്ലാവരെയും വഴിക്ക് വിട്ട്, എന്നുവെച്ചാൽ ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസത്തെ കാര്യമല്ല. നമുക്ക് സിറ്റുവേഷൻസ് ഉള്ള ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ നിൽക്കരുത്. അത് ധിക്കരിച്ചെടുക്കാൻ പോയാൽ ഇവിടുന്ന് സിറ്റുവേഷൻ എടുക്കാൻ ആരും വരത്തില്ല. അത് ഉറപ്പാണ്. ഒരു കാര്യം ഇന്നതുപോലെ ആരെങ്കിലൊക്കെ പ്ലാൻ ചെയ്ത് ഇപ്പോൾ രായ നിങ്ങളുടെ അടുത്ത് പറയാം ഒരു ഇവൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ആ ഇവൻറ്റിന് കോൺസെൻട്രേഷൻ കൊടുക്കുക, അല്ലാതെ അടിക്കല്ല. അതാണ് ലൈക്ക്. അപ്പൊ അതുപോലെ നിങ്ങൾ ഈ എനിക്ക് അറിഞ്ഞൂടാ, ഇത് RP എന്ന സാധനം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ അതൊക്കെ നിങ്ങൾക്ക് അതായത് നിങ്ങൾ ചെയ്തേ പറ്റുമെന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന സാധനം. നിങ്ങള് സിറ്റി നിന്ന് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് വരത്തുള്ളൂ. അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനും പറ്റത്തുള്ളൂ. സോ അതുപോലെ ആയിപ്പോലെ ലൈക്ക് അതാണ് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം സിറ്റിയില് ആക്റ്റീവ് ആവണം. ഇനി തൊട്ട് നമ്മള് ഗ്രൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ മിക്കവാറും ഗ്രൈൻഡിങ് കുറച്ചൊക്കെ എന്നാലും ഭയങ്കര രീതിയിൽ നിങ്ങൾക്ക് സ്ട്രെസ് തരാത്ത രീതിയിലുള്ള ഗ്രൈൻഡിങ് സംഭവങ്ങളൊക്കെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് എല്ലാരും മാക്സിമം അണ്ണ ഫസ്റ്റ് എന്താണെന്ന് അണ്ണ ഇതിലിട്ടാ മതി, പുറത്തിട്ടാ മതി. അപ്പൊ ഞാൻ സെറ്റ് ആക്കി പേരിട്ടാ മതി. അല്ല രായ, ഞാനത് റേഡിയോയിൽ പറയാം. അല്ലേ ഓക്കെ. ഞാൻ അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ കീരിക്കാടൻ ജോസ് നമ്മുടെ TV ഒരു മെമ്പർ ആയിരുന്നു. നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടായിരിക്കും.
മെമ്പർ ആയിരുന്നു, നല്ല മെമ്പറാണ്, ടി വിയിലെ മെമ്പറാണ്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തില് ടി വിയിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പൊ കുറെ വർഷങ്ങളായി 5 വർഷം മുമ്പ് ടി വിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പൊ ആള് ഒരുപാട് നാൾക്ക് ശേഷം നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി തിരിച്ചു വന്നേക്കുവാണ്. അപ്പൊ നിങ്ങള് കണ്ടിട്ടിപ്പോ തന്നെ പൊക്കോളും. മാക്സിമം ഒരു 4 ദിവസം ഉണ്ടാവും. 4 ദിവസം കാണുമ്പോ മൈൻഡ് ചെയ്ത് പോരുത്. ഇതാണ് നോക്കിയിരിക്കണം, ഹേർട്ടാവും പയ്യന്. ഇവിടെ രാവിലെ ചായ കുടിച്ച് ടി വി കാണുമ്പോൾ 6 ചവിട്ടിന്ന് കൊന്നാളെ. സത്യം എണ്ണീറ്റ് വരുമ്പോ ഇവിടെ ടി വി ഇട്ടോണ്ടിരിക്കുമ്പോ 6 പറഞ്ഞ് കൊന്നൊന്നും കളയരുത്. നമ്മുടെ അടുത്ത വേണ്ടപ്പെട്ട ആളാണ് ഭയങ്കര. അപ്പൊ പയ്യനെ ആരും മറക്കരുത്. എന്തായാലും നോക്കട്ടെ, 2 ദിവസമൊക്കെ നോക്കട്ടെ, വരുമോ നോക്കട്ടെ. കൊറേ നാള് കമ്പാക്ക് അടിച്ചതാണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനല്ലോ ഉണ്ടോ? പിന്നെ അറിയില്ല, എല്ലാരും ഇപ്പൊ ഓക്കെ ആണെന്നാണ് എന്റെ വിശ്വാസം. ലൈക്ക് നമ്മള് കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് വെച്ച് എല്ലാരും സംസാരിക്കണ്ടെല്ലാം സംസാരിച്ചെല്ലാം ഓക്കെ. അപ്പൊ ഇവിടെ ഇനി അധികാരം പറയല്ല നമുക്ക്. അല്ലേ? അതെ. അപ്പൊ അതിൽ കൂടുതൽ ഇനി വേറെ ഒന്നും സംസാരിക്കാനൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗുലാൻ എന്തെങ്കിലും പറയാനുണ്ടോ? കണ്ണാപ്പിക്കായിരുന്നു ഇടയ്ക്ക് ഈ കുണ്ണത്തര ഈ വാ തുറന്ന ഈ മറ്റേ സംസാരിക്കുമ്പോ മര്യാദക്ക് സംസാരിച്ചില്ല, അടിച്ച് കീറിത്തരും ഞാൻ. സാർക്കെ 2 മോന്തക്കകത്ത് വെളുത്ത പെയിന്റും അടിച്ച് ഏഷ്യൻ പെയിന്റും കുണ്ണ പെയിന്റും ഒക്കെ വാരി തേച്ച് ഇരിക്കണം. എന്നിട്ട് ഒരേപോലെ സംസാരിക്കുള്ളൂ. ഇങ്ങനെയാണോ മനുഷ്യന്മാരെങ്ങാണോ സംസാരിക്കുന്നേ? ഈ ശബ്ദമൊക്കെ മനുഷ്യന്മാരുണ്ടാക്കുന്നത് വേറെ പലതും ചെയ്യുമ്പോഴാ. ഇങ്ങനെയാണ് സംസാരിക്കണം ഒരാളുടെ അടുത്ത്. സരകണ വരുന്നുണ്ടെന്നോ? സരക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞോ? ചാറ്റ് ഇട്ടോ നോക്കട്ടെ. എന്തോ സരക്ക് എന്തോ പറഞ്ഞു? എടാ സരക്ക് വരുന്നുണ്ട്, ലോഡിങ് ആണെന്ന്. സരക്ക് വരട്ടെ. അത് നീലമുടി ഇട്ടത് ടിവിയിലുള്ളതാണോ? ഹലോ, അതാരാ? അത് അതാരാ വരുന്നേ? മത്സേ നീ വന്നിട്ട് മീറ്റിംഗ് തുടങ്ങാന്നുള്ള രീതിയിലായിരുന്നു. നീ പയ്യെ നടന്നു വന്നാൽ ഒന്നുകൂടെ വേണേ അവിടെ കൊറിഡോർ വരെ പോയിട്ട് ഒന്നുകൂടെ ഒരു പ്രാവശ്യം പോയിട്ട് പയ്യെ നടന്നു. നീ വന്നിട്ട് മീറ്റിംഗ് തുടങ്ങത്തുള്ളൂ. ഞാൻ അതുവരെ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കാം. എല്ലാവരും മിണ്ടായിരുന്നേ. മൈൽസ് വരട്ടെ, എന്നിട്ട് ബാക്കി തുടങ്ങിയാൽ മതി. മൈൽസ് വരണം, മൈൽസ് വരാതെ വാ. മൈൽസ് വാ. മീറ്റിംഗ് തുടങ്ങുന്ന വാ. ഇപ്പൊ തുടങ്ങാൻ പോണേ ഉള്ളൂ. സംസാരിക്കും മൈലെണ്ണ കാര്യങ്ങളൊക്കെ സംസാരിക്കും. 45 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് അവന്റെ ആറ്റിറ്റ്യൂഡ് കണ്ട. നിന്നെ BDS കഴിഞ്ഞിട്ട് വിട്ടാണോ ആരെങ്കിലും? നിന്റെ കഴുത്തിലും കാലിലൊക്കെ ചങ്ങല. ഇതെന്താ അവന്റെ കോലം നോക്കണം. അവന്റെ കാലത്തിലൊട്ടിയിരുന്നാണ് വന്നത്. AKM പ്ലീസ് ഡ്രോപ്പ് നമ്പർ. ഇപ്പൊ സാറാണ് ഞാൻ സർവറെ സംസാരിച്ചെല്ലാം സെറ്റ് ചെയ്ത് തരാം. ഞാൻ വായിലൊക്കെ ഇട്ട് തരാം. ഡൂഡിനെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ഡൂഡിന് സംസാരിക്കും. ഡൂഡ് വേണ്ട കണ്ടാ മതി. എന്താ എന്റെ ആളിയാ അത് അങ്ങനെ മനുഷ്യനായിരുന്നു. അയ്യോ. പിന്നെന്താ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? കെവിൻ എന്തോ കാര്യമായിട്ട് പറയണ്ട. പിന്നെന്താ പറ, എന്തെങ്കിലുമൊക്കെ പറ.
അല്ല ഗ്യാങ് ഫണ്ട് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓഹോ അയ്യോ അത് ഓർമ്മ അമ്മോ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും. നീ എന്തായാലും ആക്റ്റീവ് അല്ലേ, കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ട് നീ ഒരു കുറച്ച് പൈസ ഉണ്ടോ? 50 കോടി 50 കോടി ഉണ്ടോ? നിനക്ക് മാത്രം ഗ്രൈൻഡിങ് ടാർഗറ്റ്. ലൈക്ക് അടിക്കാത്തവർക്ക് ലൈക്ക് അടിക്കണേ. 11K ആയതുള്ളൂ, 14K വാച്ചി 3 ലൈക്ക് അടിച്ചിട്ടില്ല. 50 കോടിയാ കഴിഞ്ഞ അടുത്ത ആഴ്ച ഞാൻ കളക്ട് ചന്ദ്ര ഒരു ഗ്രൈൻഡിങ് ടാർഗറ്റ് കൊടുക്കണേ. ഇവന്മാരൊക്കെ സിറ്റി കയറ്റണം. ഒരു ഗ്രൈൻഡിങ് ടാർഗറ്റ് പറ. എന്നാ ഗ്രൈൻഡിങ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 കോടിയും കൊടുത്താലാണ്. ഇവിടെ എങ്ങനെയാ ഗ്രൈൻഡിങ്ങിന് എത്ര കിട്ടും? ഒരു മണിക്കൂർ മാക്സിമം എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും? 20 കോടി. അന്നാ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. വേറെ നമുക്ക് ടാസ്ക് കൊടുക്കണം. 20 CR വൈറ്റ്. അല്ലല്ല എടാ, ഇവിടെ ഗ്രൈൻഡ് ചെയ്തവരൊന്ന് പറഞ്ഞു ഒരു മണിക്കൂർ മാക്സിമം എത്ര ഉണ്ടാക്കാൻ പറ്റും? SRK വായിക്കാത്തൊന്ന് സാമാനം എടുത്ത് മാറ്റിട്ട് സംസാരിക്കും. ഒരു മണിക്കൂർ ഗ്രൈൻഡ് ചെയ്ത് എത്ര രൂപ കിട്ടും? അണ്ണാ ട്രക്കിൽ നിന്ന് തന്നെ എങ്ങനെ പോയാലും നമുക്കൊരു 30 ലക്ഷം കിട്ടും ട്രക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ. അത് കൂടാതെ നമുക്ക് എങ്ങനെ പോയാലും ഒരു മണിക്കൂർ കൊണ്ടൊരു CR അടുപ്പിച്ച് കിട്ടും. ഒരു CR അടുപ്പിച്ച് കിട്ടും. ഒരു മണിക്കൂർ 1 CR കൂട്ടും, 1.5 കൂട്ടണ്ട, ഒരു CR കൂട്ടും. അപ്പൊ ബ്ലാക്ക് ആണെങ്കിൽ ഈസി ആണ്. ബ്ലാക്ക് ആണെങ്കിൽ വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ട് 1.25 അത് എങ്ങനെയും കിട്ടും ഒരു മണിക്കൂർ. എടാ അപ്പൊ ഡ്രീമർ അല്ല ചന്ദ്ര 10 ദിവസം 30 കോടി. 10 ദിവസം 30 കോടി. ബെഞ്ചിലുള്ളവർക്ക് 40 കോടി. 10 ദിവസം 30 കോടി. ഏതാ വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ? നമുക്ക് സിറ്റിയിലെ എക്കണോമിക്ക് വേണ്ടത് എന്തോ? അണ്ണ വൈറ്റ് അല്ല, നമുക്ക് വേണ്ടത് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് 1 മണിക്കൂർ അല്ല, ബ്ലാക്ക് 1 മണിക്കൂർ 1.5 കോടി 1 കോടി ഉണ്ടാക്കാൻ പറ്റുമോ? അല്ലല്ല 3 കോടി ഉണ്ടാക്കാം. 3 കോടി ആണോ? എന്നാ ഓക്കെ. എന്നാ 10 ദിവസം 50 കോടി രൂപ ബ്ലാക്ക്. 10 മണി ആയിപ്പോയി കുറെ സെക്കൻഡ് ഒക്കെ ചെയ്യട്ടെ. അപ്പൊ ഒരു 30 കൊടുക്കാം. 30 കോടി 10 ദിവസം 30 കോടി. 10 ദിവസം 30 കോടി. ഇന്ന് തൊട്ട് 10 ദിവസം. ഇന്ന് എത്ര ഡേറ്റ്? 19. നമ്മള് കുറെ ദിവസം നിർത്തി വെച്ചിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് 29 തീയതി ഗ്യാങ് ഫണ്ട് കളക്ഷൻ 30 കോടിയെ. എല്ലാരും 30 കോടി. ബ്ലാക്ക്. അവിടെ ഫസ്റ്റ് സാലറി കിട്ടി. അണ്ണൻ പറഞ്ഞ മോട്ടിവേഷൻ എന്നെ സെറ്റ് ആക്കി. ബ്രേക്കപ്പിൽ നിന്ന് കയറി ലവ് യു അണ്ണ. ഡ്രീം ക്യാച്ചർ. ഹാപ്പി ഫോർ യു ബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ 100 rupees. കേറാറില്ല ബ്രോ. സ്ട്രീൽ ഓൾറെഡി ഞങ്ങൾ ഇൻഫോം ചെയ്തതാണ്. അവനൊരു കോഴ്സ് പഠിക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു. അപ്പൊ അവനക്ക് ഒരു മാസത്തേക്കോ 3 മാസത്തേക്ക് ഉണ്ടാവില്ലെന്ന് ഓൾറെഡി പറഞ്ഞാണ്. എക്സ്ക്യൂസസ് ഒന്നും ഇല്ലേ. 30 കോടി 29 തീയതി. ഞാൻ ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സിറ്റിയിൽ നിങ്ങളുടെ കുറച്ച് ആക്ടിവിറ്റി നിങ്ങൾ ഒരുമിച്ച് ഗ്രൈൻഡ് ചെയ്യാനും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഒന്ന് കൂട്ടാനും വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇപ്പോൾ ഒരു ഗ്യാങ് എക്കണോമി നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ടാണ് പറയണത് എല്ലാവരും സിറ്റിയിലൊന്ന് കയറണം. എല്ലാവരും ഒരുമിച്ച് ഗ്രൈൻഡ് ഒക്കെ ചെയ്യണം. ആ ഇന്ററാക്ഷൻ ഒന്ന് കൂട്ടണം. പുതിയതായിട്ട് വന്നവന്മാരൊന്നും സംസാരിക്കണത് കണ്ടിട്ടില്ല. ആകെ സംസാരിക്കുന്നത് ഇടത്തോട്ട് പോടാ, വലത്തോട്ട് പോടാ, അവിടെ അവനെ അടിയടാ, ഇവനെ അടിയടാന്ന് മാത്രമാണ് നിന്റെയൊക്കെ വായിന്ന് ഞാൻ തമ്മിലുള്ള സംസാരം കേട്ടിട്ടുള്ളത്. നീയൊക്കെ ഇനി കുറച്ചു നേരം മറ്റേ ഗ്രൈൻഡിങ്ങിന്റെ അവിടെ നിന്ന് സുഖമാണോ? പേരെന്താ? സംസാരിക്കല്ലേ. നിന്നെ ഈ മാസത്തെ കണ്ടോ ഞാൻ 2 പ്രാവശ്യമാണ് കേട്ടാ. ദിവസം പറയാം PC ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങിയില്ല. ഫാൻ ഞാൻ വെച്ച് കൈകൊണ്ടാണ് ഇറക്കുന്നത്. ജീപ്പിന്റെ ഫാൻ കൈകൊണ്ട് ഇറക്കുന്നത്. തലേച്ചറിച്ച് പറയണം മിണ്ടണ്ടായിരുന്നു ഒന്ന്. ഞാൻ പറയട്ടെ, കമ്പാക്ക് ഗീരിയൊക്കെ കൂടുതൽ കമ്പാക്ക് അടിച്ച വേറൊരാള് ടിവിയിലുണ്ട്, ട്രിക്കി. അവൻ എന്ത് ചെയ്യടാ? തലയിലൊരു മുണ്ടുവിട്ട് ഇപ്പൊ കസാൻ കളിക്കുന്നുണ്ട് ആള്. കസാന്റെ കണ്ടന്റ് ഇടുന്നുണ്ട്. കസാന്റെ ഒഫീഷ്യൽ പാർട്ട്ണറാണ്. പിന്നെ നമ്മുടെ കൂട്ടുകാരൻ നീഗൻ സ്മിത്ത് ഇപ്പം നീഗൻ സ്മിത്ത് ആക്റ്റീവ് ആവണ്ട. നീഗൻ സ്മിത്ത് ആക്റ്റീവ് ആവണ്ട. കുറച്ച് കഴിഞ്ഞിട്ട് ആക്റ്റീവ് ആയാൽ മതി. നീഗൻ സ്മിത്തിനെയൊക്കെ കളഞ്ഞു. അവൻ കുറച്ച് കഴിഞ്ഞിട്ട് മാമന്റെ പേര് മാമൻ.
എന്നാ മാമനെ കളയാം. അങ്ങനെ മാമനെ മാമൻ എന്തി അതാ എന്റെ ചോദ്യം. അണ്ണാ ഇല്ല. മാവൻ സരക്കണ്ണെടുത്ത് തലേ തൊട്ട് എത്തിച്ച് അണ്ണാ ഞാൻ 2 ദിവസത്തിനുള്ളിൽ 50 കോടി കൊണ്ട് തരുമെന്ന് പറഞ്ഞ് തലേ തൊട്ട് എത്തിച്ചിട്ട് പിറ്റേ ദിവസം ലൈവ് ഇല്ല, 1 മാസം ബ്രേക്ക്. അടുത്ത ദിവസം സരക്കിന് വണ്ടി ഇടിച്ചത്. അതിന്റെ പിറ്റേ ദിവസം സരക്കണ്ണ വണ്ടി ഇടിക്കും. ഐറ്റങ്ങളല്ലേ ഈ മാമനെ അണ്ണാ ഞാൻ പെട്ടാ ബാക്കി എല്ലാവരുടെ കാര്യം ഓക്കെയാണ്. ഈ മാമൻ എന്ന് പറയണ അവനെ ആക്ട് ചെയ്യാൻ പറ്റൂല. അല്ലല്ല, നിങ്ങൾ എല്ലാരും ഒന്ന് ആലോചിച്ച് നോക്കണം. അല്ല, ഞാൻ ഒറ്റക്കാരെ പറയുന്നുള്ളൂ. ഇവിടെ നോർമലി പോകുന്നവരൊക്കെ അങ്ങ് പോവായിരുന്നു, നോർമലി അങ്ങ് പോവാ. ഇതങ്ങനെയല്ല. ഞാൻ പോവാണ്, ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഒരു ബിൽഡിങ്ങും പണിത്, ഒരു ബിൽഡിങ്ങും പണിത്, ഒരു ആർപിയും ചെയ്ത് എന്നെ കരയിക്കുകയും ചെയ്ത് പഴയ മെമ്മറീസ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് പറഞ്ഞ് എന്നെ കൊണ്ട് പോവാന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ കണ്ണൊക്കെ തുടച്ച് 1 മാസമോ ഒരാഴ്ച കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് പറയുവാണ്, അണ്ണാ ഞാൻ ശ്രീലങ്കയിലെ എയർപോർട്ടിലുണ്ട്, 1000 രൂപ വെച്ച് തരാൻ. 1000 രൂപ ഇല്ല, ഇവനവിടെ ശ്രീലങ്ക ചെന്നണ്ണ. അപ്പൊ അല്ല, അബുദാബി ചെന്ന്. അപ്പൊ ഈ മറ്റേ സൗദിയിലെ ടൈം അല്ല അബുദാബിയിലെ ടൈം. അപ്പൊ ഇവൻ ആ സമയത്തെ ഫ്ലൈറ്റ് നോക്കിയിരുന്നു. അപ്പൊ ഫ്ലൈറ്റ് 3 മണിക്കൂർ മുമ്പേ പോയി, അതാ അറിഞ്ഞില്ല. അപ്പോഴും സൗദിയിലെ ടൈം നോക്കിയിരിക്കുവാണ്. ഞാൻ ശ്രീലങ്കയിലുണ്ടാ, 1000 രൂപ വെച്ചാൽ അർജന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ഡെയിലി യൂസ് ചെയ്യണ ബോബിന്റെ കാര്യം ഒന്നുകൂടി ഒന്ന് പറയണം. ബോബിന്റെ ഒരു അപ്ഡേറ്റ് പറയാനാണെങ്കിൽ ആൾക്ക് അങ്ങനെ ഒരു അപ്ഡേറ്റ് ഇല്ല. ഇനി ഇവിടെ തിരിച്ചുവരവ് ഉണ്ടാവില്ല. കൺസേർട്ടുകളിലൊക്കെ ഏതെങ്കിലുമൊക്കെ സ്റ്റേജിൽ വെച്ച് കാണാൻ വാസണെന്ന് പറഞ്ഞ അനുഗ്രഹം മേടിച്ചിട്ട് പോയിട്ടുണ്ട്. എന്റെ കൂടെ ഇരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവന് ഇൻഡിവിജ്വൽ ആർട്ടിസ്റ്റ് ആവാനാണ് ആഗ്രഹം. അപ്പോ പുതിയ പാട്ടൊക്കെ ഇന്നലെ രാത്രി പെരപ്പുറത്ത് നിന്ന് എന്നെ വിളിച്ചുകൊണ്ട് നേരെ ഞാൻ പുതിയ പാട്ട് എഴുതാന്ന് പറഞ്ഞ് പെരപ്പുറത്തിരുന്ന് പാട്ടൊക്കെ അയച്ചു തന്ന്. ഇനി ആള് റാപ്പറൊക്കെ അങ്ങ് പോവാണ്. അത് ഇനി അങ്ങനെയുള്ള അവന്റെ ജീവിതം അതാണ്. ആള് വീണ് ഡ്രസ് ചെയ്ത് കോമലാണ് ഇപ്പൊ. എല്ലാവർക്കും വെൽക്കം സ്ട്രീം 5000 പേര് ലൈക്ക് അടിച്ചിട്ടില്ല. 5000 പേര് ലൈക്ക് അടിക്കണം. ആരെ കുത്താവി എടുത്ത സരക്കിന്റെ അപ്ഡേറ്റ് ഒന്ന് ചോദിക്കുക എന്തായിരുന്നു. പിത്തൽജി ആൻഡ് മെന്നി ഗൈസ്, പിത്തൽജി മെന്നി ഒന്നും ഇപ്പൊ മെയിൻ ലൈനപ്പിൽ ഇല്ല. പിന്നെ നിങ്ങൾ എന്തിനാ അവരെ പറ്റി ചോദിക്കണേ? നമ്മുടെ അണ്ണൂരെ കുറിച്ച് വരും. മക്കളെ സുഖമല്ലേ? വാസന് മാത്രമാണ് നമ്മുടെ മാത്രമാണ് അണ്ണൂരെ കുറിച്ചുള്ള ഒരു വിവരം ഉള്ളത്. ഞാൻ പറഞ്ഞുതരാം. അണ്ണൂന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. തമാശ അല്ല, കേക്ക്. അന്ന് തന്നെ പുള്ളിക്ക് ഞാൻ പറയാമല്ലോ, നമ്മളിത് തുടങ്ങുന്ന സമയത്ത് തന്നെ പുള്ളിക്ക് അത്യാവശ്യം നല്ല പ്രായം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് കശുവണ്ടി ഫാക്ടറിയിലേക്ക് മെഷീൻ മേടിക്കാൻ തെങ്കാശി പോയപ്പം അവിടെ ഇരിക്കണം, അവിടെ ഒരു അമ്പലത്തിൽ ഇരിക്കണം. ഭസ്മൊക്കെ തൊട്ട് പുള്ളിക്ക് സമാധാനമാണ് കുറച്ച് നാളത്തേക്ക് വേണ്ടുന്നത്. ഞാൻ പെട്ടെന്ന് നിന്ന് വിളിച്ചു ജോക്കി എന്ന് പറഞ്ഞിട്ട്. അന്ന് എന്നെ പെട്ടെന്ന് എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്ന രീതിയിലൊക്കെ നിന്ന്, എന്നെ പണ്ട് നീ ഒന്ന് വിളിച്ചോണ്ട് പോയതാ, ഇപ്പോഴും അതിന്റെ തൊല്ലകളൊന്നും തീർന്നിട്ടില്ല, എല്ലാരും ചീത്ത വിളിക്കുന്നു, അത് പറയുന്നു ഇത് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നാൾ സമാധാനം വേണം എന്നുള്ളൊരു രീതിയിൽ പുള്ളി അമ്പലത്തിലിരിക്കുക. അപ്പൊ ഇപ്പൊ എനിക്ക് എന്തായാലും വിളിച്ചോണ്ട് വരാൻ പറ്റത്തില്ല. ആളൊന്ന് മെന്റലി ഓക്കെ ആയതിനു ശേഷം ഞാൻ വിളിക്കാം. ഏതോ ഗ്യാങ്ങോട്ട് വാറായപ്പം ശരത്തേട്ടൻ ആരാണ്? അതെ വാസന, അണ്ണൂനെ കണ്ടപ്പോ അടുത്ത അണ്ണൂനെ ശിഷ്യനെ കണ്ടില്ലേ? വില്ലൻദാസ്. അണ്ണു ഭസ്മൊക്കെ ഇട്ടിരിക്കണത് ഞങ്ങൾക്ക് വില്ലൻദാസ് മറ്റേ തലയില് ടർബനൊക്കെ കെട്ടി ബല്ലെ മറ്റേ സാധനല്ലേ ആ സെറ്റപ്പിലിരിക്കണം അപ്പുറത്ത്. രണ്ടുപേരുണ്ട്. ഞാൻ പിന്നെ അണ്ണുവിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് പുള്ളിയോട് സംസാരിക്കാൻ തോന്നിയില്ല. കാരണം അണ്ണു ഇങ്ങനെ പറയണെങ്കിൽ പുള്ളി എന്തായിരിക്കും കേൾക്കാനുള്ള ത്രാണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വില്ലൻദാസിനെ മൈൻഡ് ചെയ്ത് കഴിഞ്ഞ് പോരുന്നു. വേറൊരു കാര്യം ഞാൻ നിങ്ങളത് പറയാൻ വിട്ടുപോയതാണ് വാസണ്ണ. അത് നിങ്ങളാരെ വിഷമിക്കേണ്ടതിനെ പറയാതെ തന്നെയാണ്. അപ്പൊ ഇപ്പൊ പറയേണ്ട സമയം തോന്നുന്നു. നമ്മുടെ പിത്തൽജി ആണെങ്കിൽ ഫുൾ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നില്ലേ? അപ്പൊ ആളൊരു യാത്രക്കിടെ ഫ്ലൈറ്റ് ആക്സിഡന്റ് ആയി
നമ്മളെ വിട്ട് പോയാട്ടാ ആള്. പോടാ തിരിച്ചറിവില്ല. അണ്ണാ മരിച്ചു. എല്ലാരും ഒന്ന് 2 മിനിറ്റ് എണ്ണീറ്റ് നിന്ന് ഒരു മിനിറ്റ് മൗന പ്രാർത്ഥന അനുശോചനം അറിയിക്കും എല്ലാരും ഒന്ന്. മരിച്ചയാള് അത് മറ്റേ കൊരകന്റെ കംപ്ലീറ്റ് സൗണ്ട് കട്ട്. അണ്ണാ മയിലെണ്ണൻ സൗണ്ട് കട്ട് കുറച്ച് ഒരു മിനിറ്റത്തേക്ക് എല്ലാരും ഒന്നും ഉണ്ടായി. മയിലെണ്ണ എഴുന്നേറ്റില്ല. ഇരിക്കാം. ആദ്യമായിട്ട് ഒരാളെ ക്യാരക്ടർ നമ്മുടെ പിത്തർജിയുടെ സഹസുഹൃത്തായ ഒരാളൂടെ മിസ്സിക്കാണ്. ക്യാരക്ടർ എൻഡ് ചെയ്തിട്ട് വെളിയിലിരുന്ന് കാണുന്ന കണ്ണച്ചേട്ടന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. അയ്യോ വന്നത് കാര്യമായിട്ടോ. ഇപ്പൊ എന്റെ കുഞ്ഞമ്മയ്ക്ക് വിളിക്കും കേട്ടോ. അണ്ണന്റെ ചാച്ചി ഇപ്പൊ എന്റെ ഇവിടെ ആരും പ്രശ്നമാണ്. അപ്പൊ നമ്മള് മരിച്ച ഫോട്ടോ കേട്ടോ. അപ്പൊ ആരേലും ഫോട്ടോ ഒന്നും എന്റെ ഒന്നും ഇല്ല. ആരേലും ഉണ്ടെങ്കിൽ പഴയ ഫോട്ടോ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ വില്ലുമോന്റെ ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്യണം കേട്ടോ. വില്ലുമോന്റെ ഫോട്ടോ വില്ലുമോന്റെ ഫോട്ടോയിൽ ഒരു ചെറിയ തിരുത്തങ്ങളൊക്കെ വെച്ച് ഒരു പൂച്ച തല വെച്ച തോളത്തൊരു പൂച്ച വെച്ച കറക്റ്റ് പിത്തൽജി. അന്ന് അവതാരം പറയണ രൗദ്ര മൂർച്ചയെന്ന് മൂത്രം. ബാബു ഇവിടെ ഇനാക്റ്റീവ് ആക്കിയവരെയൊക്കെ ക്യാരക്ടർ എൻഡ് ആക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. നീ വന്നതെന്തായാലും നന്നായി. പെട്ടെന്ന് വല്ല തീരുമ്പോ നിന്നിലേക്ക് എത്തി വരുമായിരുന്നു. പെട്ടെന്ന് എന്നോ ബംഗാളി എപ്പോഴും കിട്ടും പോടാ. ക്യാരക്ടർ എന്താന്ന് പറഞ്ഞ് ഓടി വന്നതാണ്ടാ. എന്നാ പിന്നെ നമുക്കില്ലേ പുള്ളി ജർമ്മനിലാണ്. അവിടെ ഒരു ഗൺ മറ്റേ ഇതൊക്കെ അല്ലേ നമ്മളെ ഗണ്ണൊക്കെ ഉണ്ടാക്കില്ലേ ഫാക്ടറി. ടെക്കി നമ്മളെ ടെക്കി. ഓ ടെക്കി അല്ലേ. അവൻ പണ്ട് തൊട്ടേ തോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡീൽ ചെയ്ത പയ്യനാണ്. അവൻ രക്ഷപ്പെടുമെന്ന് എനിക്ക് അറിയായിരുന്നടാ. അന്ന് ആള് പക്ഷെ വരുമായിരുന്നു. കീരി വന്നപ്പോ കീരിയുടെ കൂടെ ഇവിടെ 2 ദിവസം നിൽക്കാൻ വരുമായിരുന്നു. പക്ഷെ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ വേറൊരു കാര്യം എനിക്ക് ഒരു അപ്ഡേറ്റ് പറയാനുണ്ട്. അത് ഞാൻ ഇപ്പൊ എല്ലാവരുടെയും കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ട് മാത്രം പറയാണ്. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ നമ്മുടെ വാറ്റ് ഗോകുനെ? അല്ല പയ്യനിപ്പോ പറയട്ടെ പയ്യനിപ്പോ കാനഡയിലാണ്. അണ്ണാ മറ്റേ ഈ സ്റ്റക്കിൽ 200 നിക്കുവാണ് സർക്കണ്ണ സ്റ്റക്കായിട്ട്. വരട്ടെ 10 മിനിറ്റ് എടുക്കുമെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച വാറ്റുപോകിനെ വിളിച്ചായിരുന്നു. വിളിച്ചപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത്. ചന്ദ്ര കാനഡയിലാണ് ആളിപ്പോ. കഴിഞ്ഞ മാസം അവയവ മാറ്റ ശസ്ത്രക്രിയ ആയിരുന്നു. എടാ ഒരാളുടെ അവയവം മാറ്റിയെന്ന് പറഞ്ഞാൽ അത് ചിരിക്കണ ആവശ്യമുണ്ടോ അതിന്? ഇപ്പൊ പുള്ളി ഇപ്പൊ എന്തോ ഒരു ബിസിനസിന് വേണ്ടിയിട്ടാണ് അവയവം മാറ്റിയെന്നാണ് പറഞ്ഞത്. വേറെ ഒന്നും എന്റെ അടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാബുവിനും അന്നത് ഏത് ഹോസ്പിറ്റലിൽ ഒന്ന് ചോദിക്കണേ. ബാബുവിനും കൂടി ഒന്ന് കുറച്ച് കാലം ചെയ്യാറുണ്ട്. എടാ വേറൊരുത്തനെ ഊക്കുമ്പോ അവനെ ഊക്കിയാ പോരടാ. നിങ്ങൾ എന്തിനാണ് തമ്മിൽ ഊക്കണേ? എവിടെയുണ്ട് ഈ പ്രശ്നം? ഞാൻ ഉണ്ടായിരുന്നല്ലേ. അണ്ണാ നമുക്കറിയേണ്ട വേറൊരാളുടെ അപ്ഡേറ്റ് ആണ് അണ്ണാ. അണ്ണന്റെ അടുത്തൊരു മാങ്ങാണ്ടി കഥ പറഞ്ഞിട്ട് ഒരാള് സിറ്റ് ചെയ്ത് പോയായിരുന്നു. പിന്നെ കണ്ടിട്ടേ ഇല്ല. അടുത്ത് പറയുന്ന കാര്യം ആളൊരു ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലൊരു കുഴമ്പ് ഇവിടെ നമ്മുടെ ആരോ വീണപ്പം മേടിക്കാൻ പോയ ഇടയ്ക്ക് ആളൊരു ഒഴിച്ചൽ കേന്ദ്രത്തില് ഇതിലാണ് ആരോഗ്യ കുറച്ച് മറ്റേ വാസന. നീ പറഞ്ഞോ.
എനിക്ക് DF വരും. ആളടി കാരണം വന്നു കേട്ടാ കുഞ്ഞൊക്കെ വിളിച്ചോണ്ട്. ഓൾറെഡി ഒരാൾ വന്ന് പിള്ളേരെത്തി. ആള് അവിടെ മള്ളി സിമ്പിൾ ആയിട്ട് പറഞ്ഞ നമ്മളെ ഇത് മറ്റേ പുള്ളിക്കാരന്റെ പേരെന്തായിരുന്നു തോളില് പൂച്ച വെച്ചോണ്ട് കിടക്കണേ പിത്തൽജി പിത്തൽജി. മരിച്ചുപോയ മനുഷ്യനെ പറ്റി പറയല്ലേ പ്ലീസ്. മരിച്ചുപോയ മനുഷ്യനെ പറ്റി പുള്ളിയുടെ കുഴിയുടെ അടുത്ത് ഒരു കുഴിയും കൂടെ വേണം. ഇവര് തമ്മിൽ മാച്ച് ആവും. അവരുടെ ഓരോ കാര്യങ്ങൾ അവിടെ മൂന്നാമത്തെ കുഴി നിനക്കല്ലേ ബാബു, വലിയ വ്യത്യാസം. നിന്റെ കുഴി കൊണ്ട് നീ മാറിയില്ലേ വലിയ കുഴി. Guys, do like the stream. Jockey, welcome to stream. Fasting bro, thank you so much. Show will change now. The era start one and only Babu Nambudiri. Okay, shorts to 1 million. അതെ മെന്നിനോട് മിന്നേന് വേണ്ടി സെലക്ട് അപ്പൊ ഇത്രയൊക്കെ മെമ്പേഴ്സ് ആണ് നമ്മുടെ കൂട്ടത്തില്. പിന്നെ പണ്ട് ബെഞ്ച് വരെ നീണ്ടിരുന്നത് ഇപ്പൊ കുഴി വരെ എത്തിയല്ലേ മള്ളി. കാലം കുറെ ആയില്ലേ. കാലായാലും 5 വർഷമായില്ലേ. സത്യം വർഷങ്ങളായില്ലേ. അടുത്തത് ഞാനാ തോന്നുന്നു കേട്ടോ. മരിച്ചവരല്ലാണ്ട് ഓജീസ് ആർ ഓജീസ്, ഓൾവേസ് ഓജീസ്. മരിച്ചവര് പോയി, അതിന് നമുക്ക് ചെയ്യാൻ പറ്റൂല. അപ്പൊ പിത്തൽജിയുടെ ഒരു ഫോട്ടോ അതാണ് നമ്മളെ നാളത്തെ ചന്ദ്രൻ നാളത്തേക്ക് സെറ്റ് ചെയ്യാം. നാളത്തേക്ക് നാളെ നമ്മള് പിറ്റൽജിയും മിന്നിയെയും കാണാൻ പോകും. സത്യം പറഞ്ഞാൽ നമുക്കൊരു എല്ല് പോലും കിട്ടില്ല അവസാനം. പിന്നെ പണ്ടത്തെ പുള്ളിയുടെ ഡിൽഡോ ഇവിടത്തെ റൂമിൽ നീട്ടി അത് വെച്ചിട്ട് നമുക്ക് കല്ലറല്ല സെറ്റാക്കാതെ ചന്ദ്ര ബാബു പറഞ്ഞത്. നീ അണ്ടിക്കലൊക്കെ നീ പറഞ്ഞ നീയാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, ആരൊക്കെ എന്തൊക്കെ ഊക്കിയാലും ഊക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചന്ദ്രന്റെ ബാബുവിന്റെ ഈഗോ പുറത്തു വരും. അത് ഡൈവേർട്ട് ആയി ലാസ്റ്റ് അവര് തമ്മിലായിരിക്കും അടി. നമ്മള് കുറെ നാളെ മിസ് ചെയ്യുന്ന മുകളിൽ ഞാനും ചെയ്തിട്ട് നമ്മൾ ഒരുപാട് നാളെ അതെങ്ങനെ കോഴിയുടെ പുറകെയല്ലേ നീ ഇപ്പൊ വന്നാലല്ല ഇതാക്കാൻ പറ്റുള്ളൂ. മുട്ടയൊക്കെ കുതിക്കാൻ എടുക്കണത്. പറഞ്ഞേട്ടാ എന്റെ കോമഡി എന്റെ കോമഡി പറഞ്ഞ അതിന്റെ പട്ടിയുടെ മരുന്നിന്റെ ഒക്കെ പുറകെ പോവാൻ അതിന് കോഴി സമ്മതിക്കണ്ടേന്ന്. പട്ടിന്ന് ഉദ്ദേശിച്ചത് നിന്നെ, മരുന്നെന്ന് ഉദ്ദേശിച്ച എന്നെ തന്നെ, അതെനിക്കറിയാം. ഞാനല്ല മെയിൻ വയ്ക്കണേ. ഇവനിങ്ങനെ പറയുമ്പോ എല്ലാം മെയിൻ ഇല്ല നമ്മള്. ഞാൻ ഓർഡർ ഒന്ന് മെസ്സേജ് ആരെയൊക്കെ വിളിക്കണമെന്ന്. സക്കീർ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സെക്രട്ടറിയുടെ ഫ്രണ്ടിലാണ്. അവന്റെ കോളേജ് കംപ്ലീറ്റ്ലി പൂട്ടി. 3 മാസം എക്സാം എഴുതിയാണ്. കോളേജിന്റെ അഫിലിയേഷൻ എടുത്ത് കളഞ്ഞു. എവിടാ ഓ ഞാനിപ്പോ വേറെ ലോകത്താണ്. സരക്കണ്ണനെ ഊക്കി തുടങ്ങിയണ്ണ. അതെന്ത് പറ്റിയടാ? നീ എപ്പോഴാ അടിക്കണേ? അയ്യോ സത്യം അത് വലിയൊരു കമ്പാരിസൺ. പക്ഷെ വേറെ കാര്യമുണ്ട് ഇറ്റാജി, എത്ര കാലമായിട്ട് ചെറുക്കൻ ട്രൈ ചെയ്യാന്നറിയാവോ? ഒരുപാട് കഷ്ടപ്പാടുണ്ട് അതിന്റെ പുറകില്. അറിയാം ബാബുസേട്ട് എല്ലാ രണ്ട് കാര്യം മാനേജ് ചെയ്ത് കൈയടി വേണം എല്ലാരും. അതെ അയ്യോ അത് കണ്ണാപ്പിയുടെ പ്രത്യേകിച്ച് കണ്ണാപ്പിയുടെ അങ്ങനെ ഒരു അപ്രിസിയേഷൻ ആയിട്ട് പറഞ്ഞപ്പോഴേ ബാബുവിന് ഇനി മരിച്ചാ മതി. ഇനി
തൂറാത്തം തൂറും തീട്ടം കൊണ്ടാറാട്ടെ അതുപോലെ അതീ ഒരു തീട്ടത്തിന്റെ വായിനെ കേക്കേണ്ടി വന്നല്ലടാ. എന്തിനാണ് കണ്ണാപ്പി ഇങ്ങനെ ഇരക്കണത്? അത് ലീഗ് വേറെയാണ് അവിടെ. നീ ജീവിതത്തിൽ ഇവരെ അടിച്ചിട്ടുണ്ടോ ഇമ്പോർട്ടല്? ഇല്ല ഞാൻ ഗോൾഡിനുണ്ടാക്കി തിരക്കിട്ടില്ല. അത് പക്ഷെ അണ്ണ 3 വർഷമായിട്ട് വാളറിന്റെ നിർത്തിയിട്ട് എടാ സ്റ്റീവേ നീ എന്നാണ് വരുന്നത്? അതിന്റെ ഗെയിം മെക്കാനിക്സ് റെഡി ആവാതെ ഞാൻ ആ ഗെയിമിനോട് തിരിച്ചെടുത്തില്ല. അതെന്റെ വാശിയാണ്. കളിക്കാൻ മെസ്സേജ് ഉള്ളൂ. എടാ അപ്പൊ